ഗോവ സൗത്ത് SP സുനിത സാവന്ത്. സുനിത സാവന്ത് കൊള്ളാവുന്നൊരു വനിതാ പോലീസ് ഓഫീസറാണ്. ഗോവയിലെ വനിതാ പോലീസ് സൂപ്രണ്ടായിട്ട് അങ്ങനെ സുഖിച്ച് കഴിക്കണം. ഗോവ ഭരിക്കുന്നത് BJP ആണല്ലോ. ഈ ബജ്രംഗ ദൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? BJP സംഘപരിവാർ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു സംഘടനയാണ് ബജ്രംഗ ദൾ. ബജ്രംഗബലി, ഹനുമാൻ്റെ ചിത്രമൊക്കെ ആയിട്ടുള്ള, നമ്മളുണ്ട് കാവിക്കൊടിയിൽ ഹനുമാൻ്റെ ചിത്രമൊക്കെ ആയിട്ടുള്ള, അത് ബജ്രംഗ ദളിൻ്റെ പ്രവർത്തകരാണ് പൊതുവിൽ ആ കൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ബജ്രംഗ ദൾ അതിശക്തമാണ്. കേരളത്തിൽ പോലും ബജ്രംഗ ദൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പ്രസൻസ് ഉണ്ടെങ്കിലും മറ്റ് പരിവാർ സംഘടനകളെ പോലെ അത്രത്തോളം വ്യാപകമായി ബജ്രംഗ ദളിന് കേരളത്തിൽ പോലും സ്വാധീനമില്ല. ഗോവയിലും അങ്ങനെയായിരുന്നു. ഗോവയിൽ ബജ്രംഗ ദളിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ജൂൺ 2023 അവിടെ മുതലാണ് ബജ്രംഗ ദൾ ഗോവയിൽ ആക്റ്റീവായത്. ഗോവ ഭരിക്കുന്ന BJP ആണെന്നറിയാമല്ലോ. നമ്മുടെ മനോഹർ പരീക്കറിൻ്റെ നാടാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമാണ് ഗോവ. ക്രിസ്ത്യാനികൾക്ക് BJPയോടുള്ള വിശ്വസ്തതയും വിശ്വാസവും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു സംസ്ഥാനമാണ്. BJP നിരന്തരം അവിടെ BJP ജയിച്ചു വരുന്നു. ഇപ്പോഴും BJP സർക്കാരാണ്. എന്നിട്ട് പോലും ബജ്രംഗ ദൾ കഴിഞ്ഞ വർഷം ജൂണിൽ മാത്രമാണ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ ശിവാജി മഹാരാജാവിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നത് ചില ആളുകൾ നശിപ്പിച്ചപ്പോൾ അവർ ബജ്രംഗ ദൾ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ജൂലൈയിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയ ഹിന്ദു വിരുദ്ധ പ്രസംഗങ്ങൾക്കെതിരെ ബജ്രംഗ ദളിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ബജ്രംഗ ദൾ പതുക്കെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് ബജ്രംഗ ദൾ. VSP ആണ് ഇതിൻ്റെ ഒരു അംബ്രല്ല എന്ന് പറയാവുന്നത്. VSP ആവട്ടെ സംഘകുടുംബത്തിൽപ്പെട്ടതുമാണ്. അപ്പം ബജ്രംഗ ദളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ചിലരൊക്കെ പറയും ബജ്രംഗ ദൾ ഭയങ്കര തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ എന്തോ സുനിത സാവന്തിന് ബജ്രംഗ ദളിനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ ചിലതൊക്കെ കാണുമ്പോൾ ചില ഇറിറ്റേഷൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് മൊത്തത്തിൽ ഇപ്പം ബജ്രംഗ ദളിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് സ്വാഭാവികമായും വിശ്വ ഹിന്ദു പരിഷത്തിനെ ഇഷ്ടമായിരിക്കത്തില്ല. വിശ്വ ഹിന്ദു പരിഷത്തിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് സ്വാഭാവികമായും RSSനെ ഇഷ്ടമായിരിക്കത്തില്ല. RSSനെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായും BJP ഇഷ്ടമായിരിക്കത്തില്ല. BJP ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായും ഗോവ മുഖ്യമന്ത്രി ഇഷ്ടമായിരിക്കത്തില്ല.